അതേസമയം വിമർശനങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവർത്തിക്കുകയാണ് സച്ചിദാനന്ദൻ. ഫൈസൽ ഹംസയാണ് ചേരുന്നത്. ഫൈസൽ, ഈ സൈബർ അണികൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്ന് കൃത്യമായി സച്ചിദാനന്ദൻ വിമർശിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ നേതാക്കൾ അദ്ദേഹം പറയുന്നതിനോട് കാതു തിരിക്കില്ല, തിരുത്തൽ വരുത്തും എന്നൊക്കെ പറയുമ്പോഴും അത് മനസ്സിലാക്കുന്നില്ല. നേരത്തെ അർജുൻ കല്യാട് പറഞ്ഞതുപോലെ ഈ സൈബർ അണികളുടെ പ്രതികരണം, വിമർശനം, സൈബർ ആക്രമണം അതൊക്കെ തന്നെ ഒരു ഭാഗത്ത് തുടരുന്നുമുണ്ട്. അവർക്കുള്ളൊരു മറുപടി, നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു മറുപടിയായിരുന്നു ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റല്ലേ? തീർച്ചയായും വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. തന്റെ നിലപാടിൽ നിന്ന്, പറഞ്ഞു വെച്ചതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നുള്ള സൂചന തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സച്ചിദാനന്ദൻ നൽകുന്നത്. പ്രത്യേകിച്ച് സച്ചിദാനന്ദന്റെ മറുപടി ആധുനിക മാർക്സിസ്റ്റ് ചിന്തകൻ ജാക്കസ് റൻസിയറെ ഉദ്ധരിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. അതായത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വികസനമല്ല മാർക്സിസ്റ്റ് വികസനം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജനാധിപത്യമല്ല മാർക്സിസം വിഭാവനം ചെയ്യുന്നത് എന്നുള്ളതാണ് വിമർശകരോട് സച്ചിദാനന്ദൻ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത്, അദൃശ്യരെയും ശബ്ദമില്ലാത്തവരെയും കേൾക്കുന്നതാണ് ജനാധിപത്യം, മാർക്സിസത്തിന് ഇക്കാലത്ത് വേണ്ടതും അതാണ് എന്നുള്ളതാണ്. ദരിദ്രരെയും ന്യൂനപക്ഷങ്ങളെയും ശാക്തീകരിക്കണം, പക്ഷേ അതിനു പകരം മധ്യവർഗത്തെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാകരുത്, അതല്ല വികസന കാഴ്ചപ്പാട് എന്ന് കൃത്യമായ രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അത് സൈബറിടത്തിൽ ഉയരുന്ന വിമർശനങ്ങൾക്ക് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ സച്ചിദാനന്ദൻ വിമർശനം ഉന്നയിച്ചപ്പോൾ സച്ചിദാനന്ദന്റെ അഭിപ്രായമല്ല പൊതുജനങ്ങൾക്ക് ഇത്രയൊക്കെ വികസനം കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു വെച്ച ക്ഷേമ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയ CPM-നടക്കമുള്ള ഒരു മറുപടിയായി തന്നെ നമ്മൾ കാണേണ്ടി വരും. മാത്രമല്ല, തന്റെ ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങൾ, തന്റെ എഴുത്തുകൾ, അതൊന്നും മനസ്സിലാകാത്തവരാണ് സൈബറിടത്തിലെ മൂഢവിമർശകരെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നത് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചതടക്കമുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അറിയാത്ത സൈബർ അണികൾക്കുള്ള മറുപടി കൂടിയായിരുന്നു ഇന്നത്തെ അദ്ദേഹത്തിന്റെ പോസ്റ്റ്. പറയുന്ന കാര്യങ്ങളിലെ ആഴം തിരിച്ചറിയണം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്.